ഹായ് നമസ്കാരം. സഹകാരി റേസ് പ്ലസിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. അപ്പോൾ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാ പേർക്കും ഒരിക്കൽ കൂടി സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. സാധാരണയായി ഇത്തരത്തിലുള്ള പരീക്ഷകൾക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ചെയ്ത് നമ്മൾ പഠിക്കേണ്ടി വരുന്നില്ല. നമുക്ക് ഇതിനകത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് പെർമ്യൂട്ടേഷൻ എന്ന് നോക്കാം. നമുക്ക് സാധാരണ നമ്മൾ ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഒരു പദം നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. ആ ഫാക്ടോറിയൽ എന്ന് പറയുന്ന പദം തന്നെയാണ് എന്നു പറയുന്നത് പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് n ഫാക്ടോറിയൽ ഈക്വൽ ടു n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഈക്വൽ ടു n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് 3 ഇൻറ്റു n മൈനസ് 4. അപ്പോൾ ഇങ്ങനെയാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അല്ല എങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? n ഫാക്ടോറിയൽ ഈക്വൽ ടു n ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ. സ്വാഭാവികമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് അത് ഈസി ആയിട്ട് മനസ്സിലാകണമെന്നില്ല. നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോകാം. നമ്മൾ 3 ഫാക്ടോറിയൽ എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഈ സിമ്പലിനെ നമ്മൾ ഫാക്ടോറിയൽ എന്നാണ് പറയുന്നത്. 3 ഫാക്ടോറിയൽ എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അത് 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ് എന്ന്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് n ഫാക്ടോറിയൽ. n എന്ന് പറയുന്നത് ഏതൊരു നമ്പർ ആയാലും, ഏതൊരു കൗണ്ടിങ് നമ്പർ ആയാലും അല്ലെങ്കിൽ ഏതൊരു നമ്പർ ആയാലും ശരി തന്നെ n ഇൻറ്റു n മൈനസ് 1. നോക്കിക്കേ, 3 ആയിരുന്നു, 3 നിന്ന് 1 കുറച്ച് എന്തിലേക്ക് പോയി? 2ലേക്ക് പോയി. വീണ്ടും ആ വാല്യൂവിൽ നിന്ന് എത്ര മൈനസ് ചെയ്തു? 2 മൈനസ് ചെയ്ത് വീണ്ടും 1ലേക്ക് പോയി. അങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതിനെ നമുക്ക് n ഫാക്ടോറിയൽ, നമുക്ക് ഇത് ഈ ഒരു രീതിയെ നമുക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കണക്കുകളെ നമുക്ക് പെർമ്യൂട്ടേഷൻസ് എന്ന് പറയാം. നോക്ക്, ഇതിനെ ഞാൻ മറ്റൊരു രീതിയിൽ പറഞ്ഞിരിക്കുന്നു. ഇതിനൊരു എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് ഈ 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നതിനെ 3 ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞൂടെ എന്ന് പറയാലോ. അതേപോലെ തന്നെയാണ് തൊട്ടടുത്ത സ്റ്റെപ്പും. നോക്കാം, നമുക്ക് 4 ഫാക്ടോറിയൽ എന്താണെന്നറിയാം. 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണെന്നറിയാം. ഈ 4 ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4 ഫാക്ടോറിയൽ ഈക്വൽ ടു 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്നോ അല്ല എങ്കിൽ 4 ഫാക്ടോറിയലിനെ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്നൊക്കെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പറയാം എന്നുള്ള കാര്യം എന്ത് ചെയ്യരുത്, നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടി നമുക്ക് നോക്കാം. നോക്കിക്കേ, 5 ഫാക്ടോറിയൽ ഇവിടെ ഉണ്ട് അല്ലേ. ഈ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ് ഏതെന്ന് പറയുന്നത് 5 ഫാക്ടോറിയൽ. തൊട്ട് താഴെ ഞാൻ എന്ത് എഴുതിയിട്ടുണ്ട്? 4 ഫാക്ടോറിയൽ എഴുതിയിട്ടുണ്ട്. 4 ഫാക്ടോറിയൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, 5 ഫാക്ടോറിയൽ എന്താണെന്ന് മനസ്സിലായി. അതിനുശേഷം ഞാൻ നേരെ 3 ഫാക്ടോറിയലിലേക്ക് വന്നു, ദെൻ 2 ഫാക്ടോറിയലിലേക്ക് വന്നു. ഇനി 1 ഫാക്ടോറിയൽ ഈക്വൽ ടു 1 തന്നെയാണ്. മറന്നു പോകരുത്, വളരെ പ്രധാനപ്പെട്ട ഒരു PSC ക്വസ്റ്റ്യൻ ആണ്. 0 ഫാക്ടോറിയൽ ഈക്വൽ ടു 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 ഫാക്ടോറിയൽ എല്ലായ്പ്പോഴും എത്ര തന്നെയാണ്? 1 തന്നെയാണ്. മറന്നു പോകരുത്, ഒരു കാരണവശാലും നിങ്ങൾ മറക്കരുത്. 0 ഫാക്ടോറിയൽ ഈക്വൽ ടു 1. അപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണെന്ന് നമുക്കറിയാം. ഇതുപോലെ തന്നെ 4 ഫാക്ടോറിയലിനെ പറ്റി നമ്മൾ പറഞ്ഞു, 3 ഫാക്ടോറിയലിനെ പറ്റി പറഞ്ഞു, 2 ഫാക്ടോറിയലിനെ പറ്റി പറഞ്ഞു. ഇതെങ്ങനെയാണ് നമ്മൾ നേരത്തെ എഴുതിയ രീതിയിൽ എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ എന്തുണ്ട്? 5 ഫാക്ടോറിയൽ ഉണ്ട്. നമുക്കറിയാം 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 മുതൽ വളരെ തുടർച്ചയായിട്ട് 1 വരെ എഴുതി ഗുണിക്കുന്നതിന് തുല്യമാണ് 5 ഫാക്ടോറിയൽ നമുക്കറിയാം. അപ്പോൾ ഈ 5 ഫാക്ടോറിയലിനെ ഞാൻ 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കിക്കേ, എന്താ ഈ 4 ഫാക്ടോറിയൽ? ഈ 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. അപ്പോൾ 5 കഴിഞ്ഞതിന് ശേഷം 4 ഫാക്ടോറിയൽ എന്ന് എഴുതിക്കൂടെ? അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ. ഈ 4 ഫാക്ടോറിയൽ ആണ് 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതുപോലെ 5 ഫാക്ടോറിയലിനെ ഞാൻ മറ്റൊരു രീതിയിൽ എഴുതുന്നു. എങ്ങനെയാണ് എഴുതുന്നത്?
5 ഇൻറ്റു 4 ഇൻറ്റു 3. അപ്പോൾ നോക്കിയേ എന്താ 3 ഫാക്ടോറിയൽ ഇതാ കണ്ടില്ലേ, നിങ്ങൾക്ക് ഇവിടെ കാണാലോ, ഈ കാണുന്നല്ലേ 3 ഫാക്ടോറിയൽ. അപ്പോൾ 5 വന്നു, 4 വന്നു, ദെൻ 3 ഫാക്ടോറിയൽ എന്നും എഴുതാം. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ്. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതെങ്ങനെ എഴുതി എന്നുള്ള കാര്യം നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങൾ എങ്ങനെ വളരെ വേഗത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം എന്ന് നമുക്ക് പഠിക്കാം. നോക്കിക്കേ, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു +2 ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നോക്കാം. നമുക്കറിയാം ഈ 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണെന്ന് അറിയാം. ഓക്കെ, ഇനി ബൈ ഡിവിഷൻ ഇട്ടു. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1 ആണ്. ഒരു ഇൻറ്റു കൊണ്ട് വീണ്ടും 2 ഇൻറ്റു 1. ഓക്കെ, എല്ലായ്പ്പോഴും 2 ഫാക്ടോറിയലിൻ്റെ വാല്യൂ എന്തായിരിക്കും? 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2 ഫാക്ടോറിയൽ മറന്നു പോകരുത്. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ആണ്. നോക്കിയാൽ ഇനി എന്ത് ചെയ്യാം? നമുക്കിതാ ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്യാൻ പറ്റും അല്ലേ? അതുപോലെ തന്നെ ഈ 2ഉം ഈ 4ഉം കൂടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ 2 കിട്ടും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്തു. ബാക്കിയുള്ളത് നമ്മൾ ഇൻറ്റു ചെയ്ത് നോക്കാം. എങ്ങനെയാണ്? 6 ഇൻറ്റു 5 30 ആണ്. 30 ഇൻറ്റു 2 നമുക്ക് 60 കിട്ടും. 60യെ വീണ്ടും നമ്മൾ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യും? 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 180 180 ആണ് വരുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇതൊരു ചെറിയ ചോദ്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയ വലിയ ചോദ്യങ്ങൾ വരികയാണെങ്കിൽ എങ്ങനെ നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്യും? നോക്കിക്കേ, നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 കഴിഞ്ഞതിന് ശേഷം ഇവിടെ 2 ഫാക്ടോറിയൽ എന്ന് എഴുതിയാൽ പോരെ? 2 ഫാക്ടോറിയൽ. എന്തുകൊണ്ട് നമ്മൾ 2 ഫാക്ടോറിയൽ എഴുതുന്നു? നോക്കിക്കേ, ഇവിടെ നമുക്ക് 2 ഫാക്ടോറിയൽ ഛേദമായി ഉണ്ട്. ഇവിടെ ഡിനോമിനേറ്ററായി എന്ത് തന്നിട്ടുണ്ട്? 2 ഫാക്ടോറിയൽ ഉണ്ട്. നമുക്ക് പരസ്പരം ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ബാലൻസ് 2 ഫാക്ടോറിയൽ എന്ന് എഴുതി നിർത്തിക്കൂടെ? എഴുതി നിർത്താം. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? എഴുതി നിർത്തുക. ഇനി ബാക്കി നോക്കാലോ. 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ നോക്കാം. ഈ 2 ഫാക്ടോറിയലും 2 ഫാക്ടോറിയലും എന്ത് ചെയ്തു? ക്യാൻസലായി പോയി. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞായിരുന്നു? 2 ആണെന്ന് പറഞ്ഞായിരുന്നു. 2ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്ത് 2 എന്ന് കിട്ടി. ഇനി നമ്മളിത് പരസ്പരം ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു 180 എന്ന് കിട്ടുന്നു. നോക്കിക്കേ, 6 ഇൻറ്റു 5 30 ആണ്. 30യെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തു 60 എന്ന് കിട്ടി. 60 ഇൻറ്റു 3 നമുക്ക് ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും? 180 എന്ന് കിട്ടും. അപ്പോൾ ഇത് ചെയ്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ഇത് 9 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് രണ്ടാമത് പറഞ്ഞ മെത്തേഡ് പ്രകാരം നമുക്ക് ചെയ്യാം. നമുക്കിവിടെ താഴെ തന്നിട്ടുള്ള ഈ ഡിനോമിനേറ്റർ തന്നിട്ടുള്ള ഏറ്റവും വലുതെന്ന് പറയുന്നത് 4 ഫാക്ടോറിയൽ ആണ്. അപ്പം നമുക്ക് 9 ഫാക്ടോറിയൽ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് എവിടെ വെച്ച് അവസാനിപ്പിക്കാം? ഈ 4 ഫാക്ടോറിയൽ എത്തുന്ന സമയത്ത് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പം എങ്ങനെയായിരിക്കും ഇത് വരുന്നത്? 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ. ഓക്കെ, എന്തിനാണ് ഞാൻ ഇവിടെ നിർത്തിയത്? നമുക്ക് സിമ്പിളായിട്ട് ചെയ്യണം. ഇവിടുത്തെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 4 ഫാക്ടോറിയൽ ഉണ്ട്. അത് വെട്ടിക്കളയുന്നതിന് വേണ്ടിയിട്ട്, ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത് അല്ലേ? ഓക്കെ, ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഞാൻ അതുപോലെ എഴുതി. ഇനി 2 ഫാക്ടോറിയൽ നമ്മൾ നേരത്തെ പഠിച്ചു. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 2 ആണ് ഇൻറ്റു 2. ഓക്കെ, നമുക്കിതാ ഈ 4 ഫാക്ടോറിയലും ഈ 4 ഫാക്ടോറിയലും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ എന്താണ്? ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 8 ഉണ്ട്. ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 4 വരും. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഈ 2ഉം എന്താണ് ഈ 6ഉം കൂടെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഇവിടെ 3 ആക്കാം. ഇനി അവശേഷിക്കുന്നത് എന്തൊക്കെയാണ്? 9 ഇൻറ്റു 4 ഇൻറ്റു 7 ഇൻറ്റു 3 ഇൻറ്റു 5 നമുക്ക് ചെയ്യുമ്പോൾ കിട്ടും. നമുക്ക് ആൻസറിലേക്ക് പോകാം. നമുക്ക് എത്ര കിട്ടും നോക്കാമല്ലോ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യാം? 9 ഇൻറ്റു 4 ഇൻറ്റു 7 ഇൻറ്റു 3 ഇൻറ്റു 5 നമുക്ക് ചെയ്ത സമയത്ത് നമുക്ക് 3780 ആണ് നമുക്ക് വരുന്നത്. 3780 എന്ന് നമുക്ക് ആൻസർ പറയാം. അപ്പോൾ ഈ ചെയ്ത സ്റ്റെപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ എന്തുകൊണ്ടാണ് 9 ഫാക്ടോറിനെ നമ്മൾ 4 ഫാക്ടോറിയൽ വെച്ച് നമ്മൾ നിർത്തിയത് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക.
അതിനുശേഷം നമ്മൾ ഈ 4 ഫാക്ടോറിയലും എന്തുകൊണ്ട് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു? ക്യാൻസൽ ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്കിവിടെ ഡിനോമിനേറ്റർ 4 ഫാക്ടോറിയലാണ് നമുക്ക് ഏറ്റവും വലുതുണ്ടായിരുന്നത്. നമ്മൾ എന്ത് ചെയ്തു? അവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിച്ചു. ഇത് നോർമൽ കേസിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ എഴുതി നമ്മൾ ആദ്യം പഠിച്ച മെത്തേഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ ആൻസർ തന്നെ ലഭിക്കും. പക്ഷെ നമുക്ക് വളരെ വേഗത്തിൽ PSC പരീക്ഷകളാകുമ്പോൾ വളരെ വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? ഉത്തരത്തിലേക്ക് എത്തണം. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം? ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. മറ്റൊരു ചോദ്യം നോക്കാം. ഇവിടെ 7 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 7 ഫാക്ടോറിയൽ ഇവിടെ ഏറ്റവും വലുത് 3 ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് 7 ഫാക്ടോറിയലിനെ ഇവിടെ വെച്ച് നിർത്താം. 3 ഫാക്ടോറിയൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യണം? അവസാനിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്ന് പറയാം. 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നു ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് 3 ഫാക്ടോറിയൽ ഉണ്ട് ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഓക്കെ, ഇനി നമുക്ക് 3 ഫാക്ടോറിയലും നമുക്ക് ക്യാൻസൽ ചെയ്യാം. നമുക്ക് 2 ഫാക്ടോറിയൽ എത്രയാണ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ അത് 2 ആണ്. ബാലൻസ് ഇവിടെ 2 ഉണ്ട്. ഇതും എന്ത് ചെയ്തു? ക്യാൻസൽ ആയിപ്പോയി. ഇനി നമുക്ക് നോക്കാം. ഇനി നമ്മളതിൽ ബാലൻസ് അവശേഷിക്കുന്നത് 7 ഇൻറ്റു 6 ഇൻറ്റു 5 ആണ്. 7 ഇൻറ്റു 6 ചെയ്യുമ്പോൾ നമുക്ക് 42 ആണ് വരുന്നത്. 42 ഇൻറ്റു എത്രയാണ്? 5. 42 ഇൻറ്റു 5 നമുക്ക് 210 210 ആണ് വരുന്നത്. 210 എന്നാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് +1 ടെസ്റ്റിലുള്ള ഒരു ചോദ്യമാണ്. അത് മാത്രമല്ല PSCക്ക് ഇതിനു മുമ്പ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം കൂടിയാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത്. Evaluate n factorial divided by r factorial into n minus r factorial എന്ന് പറയുന്നു. അതിനോടൊപ്പം തന്നെ നമുക്ക് വാല്യൂസ് നമുക്ക് തരുന്നുണ്ട്. n = 5 എന്നും r = 2 എന്നും. അപ്പോൾ ഈ വാല്യൂ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പോൾ ഇവിടെ n-ന്റെ വാല്യൂയും r-ന്റെ വാല്യൂയും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ആ വാല്യൂസ് എടുത്ത് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. n എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ 5 ആണെന്ന്. അപ്പോൾ ഈ ചോദ്യം എങ്ങനെയാവും? 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ. നോക്ക്, r എന്ന് പറഞ്ഞാൽ 2 ആണ് നമുക്കറിയാം. അപ്പോൾ 2 ഫാക്ടോറിയൽ അതിനുശേഷം ബ്രാക്കറ്റ് ആണ്, ബ്രാക്കറ്റ് ഇൻറ്റു ആണ് നമുക്കറിയാം. 5 മൈനസ് 2 കഴിഞ്ഞതിന് ശേഷം എന്താണ്? ഫാക്ടോറിയൽ. കൃത്യമായി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വാല്യൂസ് ഇവിടെ എടുത്ത് എന്ത് ചെയ്തു? നമ്മൾ ഓരോ വാല്യൂസും നമ്മൾ കൃത്യമായിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്ന മെത്തേഡ് നോക്കാം. 5 ഫാക്ടോറിയൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാം. നോക്കാം, 5 മൈനസ് 2 ഫാക്ടോറിയൽ എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് 5 മൈനസ് 2 ചെയ്തതിന് ശേഷം അത് ബ്രാക്കറ്റിനകത്താണുള്ളത്. അത് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. നമുക്കറിയാം അക്കോർഡിംഗ് ടു എന്താണ് ബോർഡ് മാസ് റൂളൊക്കെ നമുക്കറിയാം. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ആ ഒരു കൃത്യമായിട്ടുള്ള ഓർഡർ നമുക്കറിയാം. ആ ഓർഡർ പ്രകാരം നമുക്ക് ആദ്യം ബ്രാക്കറ്റിനകത്തുള്ള പ്രോബ്ലം നമുക്ക് ചെയ്യാം. 5 ഫാക്ടോറിയൽ ഞാൻ എഴുതിയതിന് ശേഷം 2 ഫാക്ടോറിയൽ ഇവിടെ ഉണ്ട്. ബ്രാക്കറ്റിനകത്തുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത്. 5 മൈനസ് 2 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. 5 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 3 ആണ്. അപ്പോൾ 3 ഫാക്ടോറിയൽ എന്ന് ഞാൻ എഴുതി. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്തിന് നമുക്ക് മനസ്സിലായി 3 ഫാക്ടോറിയൽ ആണ് ഇവിടെ ഡിനോമിനേറ്ററിൽ ഏറ്റവും വലിയ ഒരു നമ്പറായിട്ട് കിടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്ന് എഴുതി നമ്മൾ നിർത്തും. അതിനുശേഷം 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ. നോക്കാം, 3 ഫാക്ടോറിയലും എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ഇനി അവശേഷിക്കുന്നത് ഇവിടെ 2 ആണ് വാല്യൂ. ഇത് വെട്ടിപ്പോകുമ്പോൾ ഇവിടെ 2 വരും. 5 ഇൻറ്റു 2 നമുക്ക് എത്രയാണെന്ന് പറയാം? 10 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത സ്റ്റെപ്പ് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കുക. വാല്യൂസ് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് തന്നിരിക്കുന്ന ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഇവിടെ തന്നിട്ടുള്ള വാല്യൂസ് തന്നെ നമ്മൾ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ പ്രോബ്ലം നമ്മൾ ചെയ്തത്. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ഈ മോഡലിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ആവർത്തിച്ച് തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്.
ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്. ആ സിമ്പിൾ ടെക്നിക്ക് നമുക്ക് പറയാം, ഇതിൻ്റെ ശരിയായിട്ടുള്ള വഴി നമുക്ക് പറയാം. ഓക്കെ, ഇവിടെ സ്വാഭാവികമായിട്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്, ഈ എക്സിൻ്റെ വിലയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ ചോദ്യത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കേ, ഇവിടെ 8, 9, 10 കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതിനൊരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്, അത് നമുക്ക് രണ്ടാമത് പറയാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ശരിയായിട്ടുള്ള വഴിയിലേക്ക് പോകാം. നോക്കാം, 1/8 ഫാക്ടോറിയൽ പ്ലസ് 1/9 ഫാക്ടോറിയൽ എന്നാണ്. ഈ 9 ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാം, 1/9 ഇൻറ്റു 8 ഫാക്ടോറിയൽ എന്ന് എഴുതിക്കൂടെ, എന്ന് എഴുതാമല്ലോ. അതുപോലെ തന്നെ ഈക്വൽ ടു എക്സ് ബൈ എക്സ് അവിടെ കിടക്കട്ടെ, 10 ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാം, 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇവിടുത്തെ 8 ഫാക്ടോറിയലും ഇവിടുത്തെ 8 ഫാക്ടോറിയലും ഇവിടുത്തെ 8 ഫാക്ടോറിയലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി അവശേഷിക്കുന്നത് 1 പ്ലസ് 1/9 ഈക്വൽ ടു എക്സ് ബൈ 10 ഇൻറ്റു 9 ആണ് ഇവിടെ ഉള്ളത് അല്ലേ. സ്വാഭാവികമായിട്ട് ഇതിനെ നമുക്ക് ആഡ് ചെയ്യാം. 9 ഇൻറ്റു 1 പ്ലസ് 1 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് നമ്മൾ വിചാരിക്കുന്നു, 1/9 എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ദാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്, ഇൻറ്റു ഇവിടെ പ്ലസ് 9 ഇൻറ്റു 1 9 പ്ലസ് 1 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, നമുക്ക് 10 കിട്ടും. അപ്പോൾ 10/9 ഈക്വൽ ടു എക്സ് 10 ഇൻറ്റു 9. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. എങ്ങനെയാണ് നമ്മളിത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ 9 ഇൻറ്റു എക്സ് 9x ഈക്വൽ ടു 10 ഇൻറ്റു 10 ഇൻറ്റു 9. ഇനി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എക്സ് 9 ഇൻറ്റു എക്സ് ആണ്, ഇൻറ്റു ചെയ്തിരിക്കുന്ന 9 അപ്പുറത്ത് പോകുമ്പോൾ എന്ത് സംഭവിക്കും, 10 ഇൻറ്റു 10 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 9. ഈ 9 9 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി കിട്ടുന്നത് 100 ആണ്. എക്സിൻ്റെ വാല്യൂ നമുക്ക് എത്രയെന്ന് കിട്ടി, 100 എന്ന് കിട്ടി അല്ലേ. എക്സിൻ്റെ വാല്യൂ എത്രയാണ്, 100 എന്ന് കിട്ടി. അപ്പോൾ ഈ ചെയ്ത സ്റ്റെപ്പ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നോക്ക്, നമുക്കിതിനകത്ത് കുറേ ബേസിക് കാൽക്കുലേഷൻസ് ഉണ്ട്. കുറേ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാൽക്കുലേഷൻസ്, നമുക്ക് ഡിവിഷൻ, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന മെത്തേഡുകൾ, ഇവിടെ നിന്ന് നമ്മൾ ഈ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ബേസിക് കാൽക്കുലേഷൻസ് ഉണ്ട്. ഈ ബേസിക് കാൽക്കുലേഷൻസ് ഒക്കെ നമ്മുടെ PSCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് കാണുക. ഈ ബേസ് ക്ലാസ്സുകളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ബേസ് ക്ലാസ്സുകൾക്ക് അടിസ്ഥാനമില്ലാത്തവർ കൃത്യമായി എന്ത് ചെയ്യുക, അടിസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ബേസ് ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള പ്രോബ്ലങ്ങളിലേക്ക് നമ്മൾ വരിക. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. നമുക്കിവിടെ തന്നിരിക്കുന്നത് 1/8 ഫാക്ടോറിയൽ 1/9 ഫാക്ടോറിയൽ ഈക്വൽ ടു എക്സ് ബൈ 10 ഫാക്ടോറിയൽ. അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിനൊരു സിമ്പിൾ ടെക്നിക്ക് ഉണ്ട്, അത് നമുക്ക് പറയാം. എന്നാലും നോക്കാം, 1/8 ഫാക്ടോറിയൽ 8 ഫാക്ടോറിയൽ തന്നെ നമ്മൾ എഴുതി. 1/9 ഫാക്ടോറിയലിനെ നമ്മൾ നേരത്തെ പഠിച്ച പ്രകാരം, നമ്മൾ നേരത്തെ എന്താണോ പഠിച്ചത് അത് പ്രകാരം നമ്മൾ 9 ഇൻറ്റു 8 ഫാക്ടോറിയൽ എന്ന് എഴുതി. ഇനി 10 ഫാക്ടോറിയലിനെ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ 10 ഇൻറ്റു 9 ഇൻറ്റു 8 ഫാക്ടോറിയൽ എന്ന് എഴുതി. എന്നിട്ട് ഇതാ ഈ 8 ഫാക്ടോറിയൽ എല്ലാം നമ്മൾ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തു. സ്വാഭാവികമായിട്ട് ഇവിടെ എത്രയുണ്ട്, 1 ഉണ്ട്. 1/1 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. അത് ഞാൻ എഴുതി വെച്ചതിന് ശേഷം ദാ ഇവിടെ ഉള്ളത് 1/9 ആണ്. 1/9 എഴുതി. അപ്പോൾ 1 പ്ലസ് 1/9 എന്ന് പറഞ്ഞാൽ അതിനെ ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. ദെൻ എക്സ് ബൈ 10 ഇൻറ്റു 9 10 ഇൻറ്റു 9 ആണ് വരുന്നത്. 10 ഇൻറ്റു 9 വന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. ഇവിടുത്തെ ഡിനോമിനേറ്റർ ഇവിടുത്തെ ന്യൂമറേറ്ററുമായിട്ട് എന്ത് ചെയ്യുന്നു, അതുപോലെ തന്നെ നേരെ തിരിച്ചു കേട്ടോ. അപ്പോൾ 9 ഇൻറ്റു എക്സ് 9x വരുന്നു. 10 ഇൻറ്റു 10 ഇൻറ്റു 9 നമുക്ക് ചെയ്യുന്ന സമയത്ത് എക്സിൻ്റെ വാല്യൂ നമുക്ക് എത്ര തരുന്നു, 100 എന്ന് കിട്ടുന്നു. ഇനി നോക്കിക്കേ, ഇതിൻ്റെ ഒരു സിമ്പിൾ ലോജിക് അല്ലെങ്കിൽ ഒരു സിമ്പിൾ ടെക്നിക്കിലേക്ക് നമുക്ക് പോകാം. നമുക്ക് സ്വാഭാവികമായിട്ട് 1/8 ഫാക്ടോറിയൽ ഇൻറ്റു 1/9 ഫാക്ടോറിയൽ ഈക്വൽ ടു എക്സ് ബൈ 10 ഫാക്ടോറിയൽ എന്ന് നമുക്ക് തന്നിരിക്കുകയാണ് എങ്കിൽ നമുക്കിവിടെ തന്നിരിക്കുന്ന ഓർഡർ നിങ്ങൾ നോക്കിക്കേ, 8 9 10. അപ്പോൾ 10 ഫാക്ടോറിയൽ ആണ് ലാസ്റ്റ് നടക്കുന്നത്. ഈ 10ന്റെ സ്ക്വയർ എടുത്താൽ ഉത്തരമായി. വളരെ സിമ്പിളാണ്.
ഒരു 5-10 സെക്കൻഡ് പോലും നമുക്ക് വേണ്ട ഇതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാൻ. ജസ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കുന്നു, ആൻസർ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. നോക്കുക, മറ്റൊരു ചോദ്യം നോക്കിക്കേ. 1/2 ഫാക്ടോറിയൽ പ്ലസ് 1/3 ഫാക്ടോറിയൽ ഈക്വൽ ടു x/4 ഫാക്ടോറിയൽ ആണ് എങ്കിൽ ആ എക്സിൻ്റെ വില എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 4ന്റെ സ്ക്വയർ ആയിട്ടുള്ള എത്ര 16 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയാം അല്ലേ. അപ്പം ആ ചോദ്യത്തിൽ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ പറയാം. നോക്കിക്കേ, 1/8 ഫാക്ടോറിയൽ പ്ലസ് 1/9 ഫാക്ടോറിയൽ ഈക്വൽ ടു x/10 ഫാക്ടോറിയൽ. നമ്മൾ ഈ 10ന്റെ സ്ക്വയർ എടുത്ത് എത്രയെന്ന് എഴുതി, 100 എന്ന് എഴുതി. വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് പോകാം. അത്ര വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകണം. അടുത്തൊരു ചോദ്യം നോക്കിക്കേ. സ്ഥിരമായി പരീക്ഷയ്ക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഇത് പല രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിനെ പറ്റി നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ടി വരിക്കുന്നു. അപ്പോൾ ഇത് ഇൻ ഹൗ മെനി വേയ്സ് ക്യാൻ 5 സ്റ്റുഡൻസ് ബി അറേഞ്ച്ഡ് ഇൻ എ സിംഗിൾ ലൈൻ. അപ്പോൾ നമുക്ക് 5 സ്റ്റുഡൻസ് ഉണ്ട്. ഇവിടെ ABCDE ഇങ്ങനെ 5 സ്റ്റുഡൻസ് നമ്മുടെ കൈവശമുണ്ട്. ഈ 5 സ്റ്റുഡൻസിനെ നമുക്ക് ഏതെല്ലാം രീതിയിൽ, ഒരു സിംഗിൾ ലൈനായിട്ട് ഏതെല്ലാം രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 5 സ്റ്റുഡൻസും 5 തരത്തിലുള്ള ആൾക്കാരാണെന്ന് വിചാരിച്ചോളൂ. 5 ആൾക്കാർ തന്നെയാണ്. എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം, നമുക്ക് എ വരുമ്പോൾ ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആദ്യം ബി എഴുതാം, വേണമെങ്കിൽ ആദ്യം സി എഴുതാം, ഡി എഴുതാം. അങ്ങനെ ഒരുപാട് തരത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളത് നമ്പർ ഓഫ് സ്റ്റുഡൻറ് ഈക്വൽ ടു 5 ആണെന്നറിയാം. അപ്പോൾ ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 5 കുട്ടികളെ എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം, ഒരു സിംഗിൾ ലൈനിൽ എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറന്നു പോകരുത്. സിംഗിൾ ലൈൻ ആണ് എങ്കിൽ അതിൻ്റെ ആൻസർ n ഫാക്ടോറിയൽ എന്ന് പറയുന്ന ആൻസർ കണ്ടുപിടിച്ചാൽ മതി. n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, n ഈക്വൽ ടു നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ n ഫാക്ടോറിയൽ ആണ് ഞാനിവിടെ പറയുന്നത്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആവാം, അല്ലെങ്കിൽ നമ്പർ ഓഫ് എന്താണെങ്കിലും അത് തന്നെ, എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ 5 ആണ്, 5 കുട്ടികളെ പറ്റിയാണ് ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും, 5 ഫാക്ടോറിയൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, കണ്ടെത്തിയാൽ മതി. അപ്പോൾ എന്താണ് 5 ഫാക്ടോറിയൽ, 5 × 4 × 3 × 2 × 1. ഓക്കെ, 5 × 4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 20 ആണ്. 20 × 3 60 ആണ്. 60 × 2 എത്രയാണ്, 120 ആണ്. അപ്പോൾ 120 120 രീതികളിൽ 120 എന്താണ് ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ നമുക്ക് അത്രയും രീതികളിൽ നമുക്ക് ഇവരെ എന്ത് ചെയ്യാൻ പറ്റും, അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോകരുത്, കൃത്യമായി മനസ്സിലാക്കി തന്നെ പഠിക്കണം. ഇൻ ഹൗ മെനി വേയ്സ് ക്യാൻ 5 സ്റ്റുഡൻസ് ബി അറേഞ്ച്ഡ് ഇൻ എ സിംഗിൾ ലൈൻ. ഒരു സിംഗിൾ ലൈനിൽ ഈ പറയുന്ന 5 കുട്ടികളെ എത്ര തരത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ എയും ബിയും സിയും ഡിയും വരുന്നു. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് എയും സിയും ഡിയും ഇയും ബിയും പറയാം. അങ്ങനെ നമുക്ക് ഇതുപോലെ മാറ്റി 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 എത്ര തരത്തിൽ ഇവരെ അറേഞ്ച് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിക്കേ, നമ്മൾ എന്ത് ചെയ്താൽ മതി, അപ്പോൾ നമ്പർ എത്രയാണോ അത് n എന്നെടുക്കുക, n ഫാക്ടോറിയൽ കണ്ടെത്തിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈക്വൽ ടു 5 ആണ്. ദെയർഫോർ 5 ഫാക്ടോറിയൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആൻസറിലേക്ക് പോകാമല്ലോ. 5 ഫാക്ടോറിയൽ കാണുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 120 ആണ് കിട്ടിയത്. എന്താണ് 120 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ അറേഞ്ച് ചെയ്യാൻ കഴിയും എന്ന് പറയാം. യെസ്, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇൻ ഹൗ മെനി പോസിബിൾ വേയ്സ് ക്യാൻ വി അറേഞ്ച് 5 സ്റ്റുഡൻസ് അറൗണ്ട് എ ടേബിൾ. അപ്പോൾ നോക്ക്, നേരത്തെ പറഞ്ഞ ചോദ്യവും ഈ ചോദ്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന ചോദ്യം ഒരു സർക്കിളിൽ ആൾക്കാരെ അറേഞ്ച് ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു സർക്കിളിൽ 5 സ്റ്റുഡൻസിനെ എങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ എ എന്ന് പറയുന്ന ഒരാളുണ്ട്, ബി എന്ന് പറയുന്ന ഒരാളുണ്ട്, സി എന്ന് പറയുന്ന ആളുണ്ട്, അതുപോലെ തന്നെ ഡി ഉണ്ട്, അതുപോലെ തന്നെ ഇ ഉണ്ട് അല്ലേ. 1 2 3 4 5 5 പേരുണ്ട്. അപ്പോൾ ഈ 5 പേരെ ഒരു സർക്കിളിൽ അറേഞ്ച് ചെയ്യുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു സർക്കിളിൽ അറേഞ്ച് ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ അറേഞ്ച് ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. അത് n ഫാക്ടോറിയൽ എന്ന് നമ്മൾ എഴുതി, പക്ഷേ
ഒരു സർക്കിൾ ആകുമ്പോൾ ഒരു സർക്കിളിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ മറന്നു പോകരുത് n-1 ഫാക്ടോറിയൽ ആണ് നമ്മൾ ചെയ്യേണ്ടത്. എന്താണ്? n-1 ഫാക്ടോറിയൽ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എത്ര ആൾക്കാരുണ്ട്? അപ്പോൾ n എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് പേഴ്സൺസ്, എത്ര ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എത്ര ഐറ്റം ആണുള്ളത്, നമ്പർ ഓഫ് ഐറ്റംസ് എന്ന ഏതാണോ നമ്മൾ പറയുന്നത് അത് തന്നെയാണ്. അത് എത്ര എണ്ണമുണ്ട്? 5 എണ്ണമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? 5-1 ഫാക്ടോറിയൽ ആയിരിക്കും. അതായത് 4 ഫാക്ടോറിയൽ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. 4 ഫാക്ടോറിയൽ ഈക്വൽ ടു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. അപ്പോൾ നോക്കാം, 4 ഇൻറ്റു 3 നമുക്ക് എത്രയാണ്? 12 ആണ് വരുന്നത്. 12 ഇൻറ്റു 2 നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് 24 ആണ് വരുന്നത്. 24 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സർക്കിളിൽ, ഒരു മേശയാവട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവട്ടെ, ഒരു സർക്കിളിന് ചുറ്റും ചുറ്റുമാണ് എങ്കിൽ അറൗണ്ട് എ ടേബിൾ എന്നാണ് പറയുന്നത് എങ്കിൽ നോക്കിക്കോ, നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? യെസ്, നമുക്ക് n-1 ഫാക്ടോറിയൽ ആണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. മറന്നു പോകരുത്, n-1 ഫാക്ടോറിയൽ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഇൻ ഹൗ മെനി വേയ്സ് ദ ലെറ്റർ ഓഫ് ദ വേർഡ്. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്കൊരു വേർഡ് തന്നിട്ടുണ്ട്, നമ്പർ എന്ന് പറയുന്ന ഒരു വേർഡ് തന്നിട്ടുണ്ട്. ദ ലെറ്റർ ഓഫ് ദ വേർഡ് നമ്പർ ക്യാൻ ബി അറേഞ്ച്ഡ്. അപ്പോൾ ഈ നമ്പർ എന്ന് പറയുന്ന വാക്കിനെ അല്ലെങ്കിൽ ഈ വേർഡിനെ നമുക്ക് എത്ര രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് വേറെ പല പല വാക്കുകൾ അല്ലെങ്കിൽ വേറെ പല പല രീതിയിൽ നമുക്കിതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത്. നമ്പർ എന്നാണ് വാക്ക്. ഓക്കെ, അപ്പോൾ നമ്പർ എന്ന് പറയുന്ന വാക്കിനെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മളടുത്ത് ചോദിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് ലെറ്റേഴ്സ് റിപ്പീറ്റേഷൻ വരുന്നുണ്ടോ ഇല്ലയോ നോക്കുക. റിപ്പീറ്റേഷൻ വരുന്നില്ലെങ്കിൽ വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. റിപ്പീറ്റേഷൻ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം നോക്കുക. ഏതെങ്കിലും നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? n റിപ്പീറ്റ് ചെയ്യുന്നില്ല, u റിപ്പീറ്റ് ചെയ്യുന്നില്ല, m, b, e, r ഒരു നമ്പറും അല്ലെങ്കിൽ ഒരു ആൽഫബറ്റും എന്ത് ചെയ്യുന്നില്ല? റിപ്പീറ്റ് ചെയ്യുന്നില്ല. റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്പർ ഓഫ് ആൽഫബറ്റ്സ് എത്രയാണെന്ന് നോക്കുക. ഇവിടെ നമ്പർ ഓഫ് ആൽഫബറ്റ്സ് നോക്കാമല്ലോ. 1, 2, 3, 4, 5, 6 6 ആൽഫബറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ n ഈക്വൽ ടു നമുക്ക് എത്രയെന്ന് പറയാം? 6. നേരത്തെ നമ്മളൊരു ലൈൻ എങ്ങനെയാണോ നമ്മൾ അറേഞ്ച് ചെയ്തത് അതേ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? n ഫാക്ടോറിയൽ തന്നെയാണ്. n ഫാക്ടോറിയൽ ഇവിടെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. അപ്പോൾ 6 ഫാക്ടോറിയൽ ആണ് ഇവിടെ ആൻസർ ആയി വരുന്നത്. നമുക്ക് എത്രയാണ് നോക്കാമല്ലോ? 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഓക്കെ, 6 ഇൻറ്റു 5 30, 30 ഇൻറ്റു 4 120, 120 ഇൻറ്റു 3 നമുക്കറിയാം 360, 360 ഇൻറ്റു 2 നമുക്കറിയാം 720. നമുക്ക് 1 കൊണ്ട് ഇൻറ്റു ചെയ്യേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യുന്നത്? അവസാനിപ്പിക്കുന്നത്. 720 ആണ്. നമുക്ക് 720 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നോക്ക്, അപ്പോൾ ഒരു വേർഡ് നമുക്ക് തന്നിട്ട് അതിനകത്തുള്ള ആൽഫബറ്റ്സ് എത്ര രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനകത്ത് നമ്മൾ ആദ്യം നോക്കേണ്ടത് അതിനകത്ത് ഏതെങ്കിലും ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്പർ ഓഫ് ആൽഫബറ്റ്സ് എത്ര ഉണ്ടെന്ന് നോക്കുക. അതിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് പോകാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വന്നു? 6 ഫാക്ടോറിയൽ ഈക്വൽ ടു 720 എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. ഇൻ ഹൗ മെനി വേയ്സ് ദ ലെറ്റർ ഓഫ് ദ വേർഡ് മലയാളം ക്യാൻ ബി അറേഞ്ച്ഡ്. അപ്പോൾ മലയാളം എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്ക് തന്നിട്ടുണ്ട്. ഒരുപാട് റിപ്പീറ്റേഷൻസ് ഇവിടെ ഉണ്ട്. കുറേ വാക്കുകൾ, കുറേ ആൽഫബറ്റ്സ് നമുക്ക് ഇവിടെ റിപ്പീറ്റേഷൻ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് മലയാളത്തിനെ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. ഏതൊക്കെ തരത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവിടെ റിപ്പീറ്റേഷൻ ഉണ്ടെന്ന് മനസ്സിലായി. റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ നോക്കുന്നു എത്ര ലെറ്റർ ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9 9 ലെറ്റർ ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ലെറ്റർ എന്ന് പറഞ്ഞാൽ 9 ഞാൻ എഴുതി വെച്ചു. ഇനി ഏതൊക്കെ ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നു? എം എത്ര ഉണ്ടെന്ന് നോക്കാം. എം ഇതാ ഇവിടെ 1, 2 എമ്മുകൾ. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എ ആണ്. എ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. 1,
2 3 4 4 ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എൽ ആണ്. എൽ എത്ര ഉണ്ടെന്ന് നോക്കാം. എൽ 1 2 എല്ലുകളുണ്ട്. ഇനി ഒരൊറ്റ അക്ഷരം കൂടെ ഉള്ളൂ. എന്താണ്? വൈ എന്ന് പറയുന്നത് ഒരൊറ്റ എണ്ണയുള്ളൂ അല്ലേ? ഇനി നമ്മൾ ചെയ്തത് കറക്റ്റാണെന്ന് നോക്കാം. എന്ത് ചെയ്താൽ മതി? 4 4 2 6 6 2 8 8 1 9 കറക്റ്റ് 9 ആണല്ലേ? അപ്പം നമുക്കത് സെറ്റായി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ കഴിയില്ല. ഈ മലയാളം എന്ന് പറയുന്ന വാക്കിനെ കൃത്യമായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കൃത്യമായിട്ട് അറേഞ്ച് ഈ വേർഡ്സ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് n ഫാക്ടോറിയൽ ചെയ്യാൻ പറ്റത്തില്ല. റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. അപ്പോൾ റിപ്പീറ്റേഷൻ വരാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ നമുക്ക് ചെയ്യാം? നോക്കുക, n = 9 ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? റിപ്പീറ്റേഷൻ വരുന്നു എങ്കിൽ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ p ഫാക്ടോറിയൽ ഇൻറ്റു p ഫാക്ടോറിയൽ ഇൻറ്റു p ഫാക്ടോറിയൽ. എന്താണ് ഞാൻ ഈ p എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിപ്പീറ്റേഷൻ ഉണ്ട് എങ്കിൽ അത് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. നമുക്ക് നോക്കാം. ഇതൊരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഇക്വേഷൻസ് ഒന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. n ഫാക്ടോറിയൽ, n എന്ന് പറഞ്ഞാൽ 9 ആണ്. 9ന്റെ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, നോക്കാം എന്തൊക്കെയാണ് ഇവിടെ റിപ്പീറ്റേഷൻ ഉള്ളത്. ഇവിടെ നമുക്ക് എം എന്ന് പറയുന്ന ലെറ്റർ 2 തവണ ആവർത്തിച്ചിട്ടുണ്ട്. എ എന്ന് പറയുന്ന ലെറ്റർ 4 തവണ ആവർത്തിച്ചിട്ടുണ്ട്. എൽ എന്ന് പറയുന്ന ലെറ്റർ 2 തവണ ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് 9 ഫാക്ടോറിയൽ നമ്മൾ എഴുതി. 9 ഫാക്ടോറിയൽ നമ്മൾ എഴുതിയതിന് ശേഷം എം എന്ന് പറയുന്നത് 2 തവണ ആവർത്തിച്ചത് കൊണ്ട് 2 ഫാക്ടോറിയൽ ഇൻറ്റു എ എന്ന് പറയുന്നത് 4 തവണ ആവർത്തിച്ചത് കൊണ്ട് 4 ഫാക്ടോറിയൽ ഇൻറ്റു ദെൻ എൽ 2 തവണ ഉള്ളത് കൊണ്ട് വീണ്ടും 2 ഫാക്ടോറിയൽ. ഇനി y ഒരെണ്ണേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണ്ട, അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മൾ ആലോചിക്കുന്നു, ഇവിടെ 9 ഫാക്ടോറിയലാണ്. ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇവിടെ 9 ഫാക്ടോറിയലാണ്. ഏറ്റവും വലുത് ഏതാണ്? 4 ഫാക്ടോറിയലാണ്. അപ്പം നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? 9 ഇൻറ്റു 8 ഇൻറ്റു 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ എഴുതി. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാമല്ലോ. ബൈ ഡിവൈഡ് ടു 2 ഫാക്ടോറിയൽ ഞാൻ അതുപോലെ എഴുതി. വീണ്ടും 4 ഫാക്ടോറിയൽ ഞാൻ അതുപോലെ എഴുതി. വീണ്ടും 2 ഫാക്ടോറിയൽ അതുപോലെ എഴുതി. ഈ 4 ഫാക്ടോറിയലും ഈ 4 ഫാക്ടോറിയലും ഞാൻ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. ഇനിയുള്ളത് 2 ഫാക്ടോറിയൽ ഉണ്ട്, 8 ഉണ്ട്. നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 4 കിട്ടും. ഓക്കെ, ദെൻ ഈ 2ഉം ഇതും കൂടെ ഞാനിവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ എനിക്കിവിടെ എത്ര കിട്ടും? 3 കിട്ടും. ഓക്കെ, ഇനി ബാലൻസ് ഒന്നിലേക്ക് നമുക്ക് പോകാം. 9 ഇൻറ്റു 4 ഇൻറ്റു 7 ഇൻറ്റു 3 ഇൻറ്റു 5 നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആൻസറിലേക്ക് പോകാൻ പറ്റും. ഇത് ഇൻറ്റു ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. അപ്പോൾ എത്രയാണ് കിട്ടുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആൻസറായിട്ട് വരുന്നത് നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു 3780 ആണ്. 3780 എന്ന് നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ പ്രത്യേകം നിങ്ങൾ ആലോചിക്കുക, റിപ്പീറ്റേഷൻ വരുന്നു എങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നു. ഒരു ചോദ്യം കൂടെ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് സെറ്റാവും. നോക്കുക, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. ഗൂഗിൾ എന്ന് പറയുന്ന വാക്ക് നമുക്ക് എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഏതൊക്കെ തരത്തിൽ നമുക്ക് അറേഞ്ച് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ശ്രദ്ധിച്ചിരുന്നോളൂ. ഗൂഗിൾ എന്ന് പറയുന്ന വാക്ക് നോക്കാം. ആകെ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? അപ്പോൾ n = 1 2 3 4 5 6 ലെറ്റർ ഉണ്ട്. ഞാൻ എന്ത് ചെയ്തു? 6 എന്ന് എഴുതി വെച്ചു. ഓക്കെ, ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. ജി എത്ര എണ്ണം വരുന്നു നോക്കാം. G1 G2 G2 എണ്ണം ഉണ്ട് അല്ലേ? O എന്ന് പറയുന്നത് 2 എണ്ണമുണ്ട്. L ഒരെണ്ണമേ ഉള്ളൂ. അതുപോലെ തന്നെ E എന്ന് പറയുന്നതും എത്ര എണ്ണേ ഉള്ളൂ? ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എണ്ണി നോക്കാം. 2 × 2 4 4 1 5 5 1 6. ഓക്കെ, സെറ്റാണ്. ഓക്കെ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പ്രോബ്ലം ചെയ്യുന്നു. 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എന്താണ്? 2 ഫാക്ടോറിയൽ ഇൻറ്റു എന്താണ്? ഇതും കൂടെ ചെയ്താൽ മതി. 2 ഫാക്ടോറിയൽ രണ്ടെണ്ണം ചെയ്താൽ മതി. ഇത് രണ്ടും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. 1 ഫാക്ടോറിയൽ ഏതൊരു സംഖ്യയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? അത് തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള കേസിലേക്ക് പോകാം. 6 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം? 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ ക്യാൻസൽ. ദെൻ 2ഉം 4ഉം കൂടെ ചെയ്തപ്പോൾ ഇവിടെ എത്ര കിട്ടി? 2 കിട്ടി. നോക്കാം. 6 5 30 30 × 2 60 60 × 3
നമുക്ക് 60 × 3 180, 180 വരെ ഉള്ളൂ, ഇനിയില്ല, 180 ഇവിടെ ആൻസറായി വരുന്നത്. ഓക്കെ, ഒന്നും കൂടെ ഇൻറ്റി നോക്കാം. 6 × 30, 30 × 2 60, 60 × 3 180 നമുക്കിവിടെ ആൻസർ ആയി വരുന്നത്. അപ്പോൾ ഗൂഗിളിനെ നമ്മൾ എത്ര രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും? 180 രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ചെയ്ത സ്റ്റെപ്പുകൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാമല്ലോ. യെസ്, നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റൻ ഉണ്ട്. there are 7 pearls in a necklace. അപ്പോൾ ഒരു നെക്ലസിൽ 7 മുത്തുകളുണ്ട് എന്ന് പറയുന്നു. out of which there are 3 whites. അപ്പോൾ 3 വൈറ്റ് ഉണ്ട്, 3 വൈറ്റ്. ഓക്കെ, ദെൻ 2 യെല്ലോ ഉണ്ട്, 2 യെല്ലോ ഉണ്ട്. അതുപോലെ തന്നെ 2 ബ്ലാക്ക്. അങ്ങനെ നമുക്ക് 3 കളറിലുള്ള 7 ബീഡ്സുകളുണ്ട്, അല്ലെങ്കിൽ 7 പേളുകളുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ 7 എണ്ണമാണുള്ളത്, 7 പേൾസ്, 7 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 7 എന്ന് എഴുതി വെച്ചു. ഓക്കെ, but the total number of pearls equal to 7. then അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? 3 whites, 7 yellow and then 2 black നമുക്ക് തന്നിട്ടുണ്ട്. how many ways can these be crossed? അപ്പോൾ ഇത് എത്ര രീതിയിൽ നമുക്ക് കോർക്കാൻ പറ്റും എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. എത്ര രീതിയിൽ നമുക്കിത് മാല കോർക്കും പോലെ നമുക്കിത് നൂലിൽ എത്ര രീതിയിൽ നമുക്ക് കോർക്കാൻ പറ്റും? നമുക്കിവിടെ തന്നിട്ടുള്ളത് മൊത്തത്തിൽ 7 മുത്തുകൾ, 7 പേളുകളാണ് നമ്മുടെ കൈവശമുള്ളത്. അതിൽ 3 വൈറ്റ്, 2 യെല്ലോ, 2 എന്താണ് ബ്ലാക്ക്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത ചോദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്തു? ഡയറക്റ്റായിട്ട് തന്നിരിക്കുന്നു. ലെറ്റേഴ്സ് നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ദ ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് എന്ന് പറയുന്നത് 7 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എങ്ങനെ പോകാൻ പറ്റും? നോക്കിക്കേ, 7 ഫാക്ടോറിയൽ നമുക്ക് ഏറ്റവും വലുത് 3 ഫാക്ടോറിയലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏതൊരു ചെയ്താൽ മതി? 7 × 6 × 5 × 4 × 3 ഫാക്ടോറിയൽ ഞാൻ ചെയ്തു ബൈ ദെൻ 3 ഫാക്ടോറിയൽ ഇവിടെ ഉണ്ട് ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അപ്പോൾ നോക്കിയാൽ 3 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്യുന്നു. 2ഉം 2ഉം 4ഉം എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്യുന്നു. ഇനിയുള്ളത് 6 7 42, 42 × 5 210 തരത്തിൽ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? അറേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ചെയ്ത സ്റ്റെപ്പുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ ഇരിക്കുക. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്ന വളരെ വലിയ ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. +1 7ാമത്തെ ചാപ്റ്ററായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് എന്ന് ഒന്നുകൂടി നമുക്ക് ആലോചിച്ച് നോക്കാം. നമ്മൾ ഇന്ന് പറഞ്ഞത് ഫാക്ടോറിയൽസിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ആദ്യം ഒരു വലിയ പ്രോബ്ലംസ് നമുക്ക് തരികയാണെങ്കിൽ അത് എത്ര രീതിയിൽ അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഒരു ലൈനിൽ ആൾക്കാരെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അതിന് എന്തായത് ഡയറക്റ്റായിട്ട് ദ നമ്പർ ഓഫ് പേഴ്സൺ എന്താണ് തന്നെയാണ് നമ്മൾ അതിൻ്റെ ഫാക്ടോറിയൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് പോകാൻ പറ്റും. ഇനി ഒരു സർക്കിളിലാണ് നമ്മൾ ആൾക്കാരെ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ ദ നമ്പർ ഓഫ് പേഴ്സണിൽ നിന്ന് ഒരാളെ നമ്മൾ മൈനസ് ചെയ്തതിന് ശേഷം കിട്ടിയ ഉത്തരം എത്രയാണോ ആ നമ്പർ ഓഫ് പേഴ്സണിൽ നിന്ന് 1 മൈനസിന് ശേഷം ബാലൻസിൻ്റെ എന്തെടുത്താൽ മതി? ഫാക്ടോറിയൽ എടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് പേഴ്സൺ എന്ന് പറയുന്നത് 5 ആണെങ്കിൽ നമ്മൾ എന്തെടുത്താൽ മതി? 4 ഫാക്ടോറിയൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് റൗണ്ടിൽ ഏതെല്ലാം രീതിയിൽ നമുക്ക് അവരെ അറേഞ്ച് ചെയ്യാം എന്നുള്ളതിനെ പറ്റി പറഞ്ഞു. ഇനി അതിനുശേഷം ഞാൻ ലെറ്ററുകളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. ഇനി അതിനുശേഷം അതുപോലെ ഈ ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നു എങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം എന്നതിനെക്കുറിച്ചെല്ലാം ഞാൻ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാലൻസ് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്, അതായത് ഇതിൻ്റെ കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഗുഡ് ലക്ക്.